ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു അടിപൊളി ജിഞ്ചർ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഗ്രേവി നമുക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആയാലും അതുപോലെ തന്നെ ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ തൈരിന് പകരം നിങ്ങൾക്ക് ലെമൺ ജ്യൂസോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ആ ചിക്കൻ അവിടെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി മാറ്റി വെക്കുക. ഇനി നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ഈ ഗ്രേവി കിടന്ന് പിന്നെ വേവിക്കാനൊന്നുമില്ല, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. പിന്നെ ഈ ഒരു ഓയിലിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഗ്രേവി തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ എല്ലാ ചിക്കനും ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസ് വലുപ്പമുള്ള 2 സവാളയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പച്ചമുളക്, അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കൂടുതലായിട്ടും ഇഞ്ചിയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ വലിയ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് തന്നെ ഇതിൽ മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജിഞ്ചർ ചിക്കൻക്ക് ഇതുപോലെ കേട്ടോ ഇഞ്ചി അരിയേണ്ടത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക.
ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും സോസിൻ്റെയൊക്കെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ഈ കോൺഫ്ലവറും സോസുകളൊക്കെ ഇതിൽ നിന്ന് നല്ലോണം വെന്ത് കിട്ടണം. അപ്പോൾ ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ലോണം തിക്കാവും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഓവർ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് ഗ്രേവിയാണ് കേട്ടോ ആവശ്യം. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ചിക്കൻ ഇട്ടതിന് ശേഷം കൂടുതൽ ഇങ്ങനെ തിളപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ജിഞ്ചർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു.